JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനെന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ പരീക്ഷ നാളെ നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് ഓരോ ജില്ലയിലും വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ നിലവിലെ അഡ്വൈസ് ഡീറ്റെയിൽസ് ഓരോ ജില്ലയിലും എങ്ങനെയാണ് ഉള്ളത്, അതുപോലെ തന്നെ എത്ര പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് ഡിസ്ട്രിക്ട് വൈസ് അതിൻ്റെ വലത്ത് സൈഡിൽ ഓരോ ജില്ലയിലും കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ളത് 57ആണ്. ഇപ്രാവശ്യം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത തിരുവനന്തപുരം ജില്ലയിൽ 29,596 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്തത് കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 63.67 ആണ്. കൊല്ലം ജില്ലയിൽ കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് 18,062 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്തത് പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ലയിലെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 64 ആണ്. ഇപ്രാവശ്യം കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് 19,056 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്തത് കോട്ടയം ജില്ല. കോട്ടയം ജില്ല എടുത്താൽ 48.63 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്. എന്നാൽ അതിൻ്റെ കൺഫർമേഷൻ കൊടുത്ത് കോട്ടയം ജില്ലയിൽ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് 10,187 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഇനി അടുത്തത് എറണാകുളം ജില്ല. എറണാകുളം ജില്ല എടുത്താൽ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് 59.67 ആയിരുന്നു. കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് 17,243 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് എറണാകുളം ജില്ലയിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഇടുക്കി ജില്ല. ഇടുക്കി ജില്ല എടുത്താൽ 60.67 ആയിരുന്നു പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്. 21,115 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. തൃശ്ശൂർ ജില്ല. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് 64.67 ആയിരുന്നു. ഇപ്രാവശ്യം കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന 12,070 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്തത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ 62.33 ആയിരുന്നു പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്. ഇപ്രാവശ്യം കൺഫർമേഷൻ കൊടുത്തത് 22,616 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്തത് മലപ്പുറം ജില്ല. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് 63.33 ആയിരുന്നു. 14,423 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്തത് കോഴിക്കോട് ജില്ല. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് 64 ആയിരുന്നു. 10,095 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. കണ്ണൂർ ജില്ല എടുത്താൽ 64.67 ആയിരുന്നു പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്. 13,658 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്തത് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിലെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് 51.78 ആയിരുന്നു. 12,964 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അടുത്തത് വയനാട് ജില്ല. 64.33 ആയിരുന്നു കട്ട് ഓഫ് മാർക്ക്. 7,436 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഇനി നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസ് ഓരോ ജില്ലയിലും എത്രയാണ് ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ല എടുത്താൽ 30 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിൽ 22 അഡ്വൈസ് ആണ് ഇതുവരെ പോയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ല എടുത്താൽ 41 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയം ജില്ല എടുത്താൽ കോട്ടയം ജില്ലയിൽ 5 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എറണാകുളം ജില്ല എടുത്താൽ എറണാകുളം ജില്ലയിൽ 37 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഇടുക്കി ജില്ലയിൽ 97 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ല എടുത്താൽ തൃശ്ശൂർ ജില്ലയിൽ 31 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. പാലക്കാട് ജില്ല എടുത്താൽ പാലക്കാട് ജില്ലയിൽ 46 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിൽ 23 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അടുത്തത് കോഴിക്കോട് ജില്ല എടുത്താൽ കോഴിക്കോട് ജില്ലയിൽ 26 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്.
കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ 12 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ല എടുത്താലോ 11 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. വയനാട് ജില്ലയിൽ 31 അഡ്വൈസ് ആണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ജില്ലയിലും പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്കും അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും നമ്മൾ കൃത്യമായിട്ട് കണ്ടു. കൂടാതെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമ്മൾ ഓരോ ജില്ലയിലും എത്രയാണ് നിയമനങ്ങൾ നടന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അവർക്ക് ഓരോരുത്തർക്കും കട്ട് ഓഫ് മാർക്ക് എത്രയാണ് ഓരോ ജില്ലയിലും വരുന്നതെന്ന് കൃത്യമായിട്ടുള്ള മനസ്സിലാക്കിയിട്ട് പരീക്ഷയെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.